Hey guys and welcome back to Best Car Picks. നമ്മളിപ്പം ഡസ്റ്ററിൻ്റെ ബേസിക് രണ്ട് വേരിയൻസ് അതായത് ഒത്തൻറ്റിക് എവല്യൂഷൻ രണ്ട് നോക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വരുന്ന വേരിയൻ്റ് ആണ് ടെക്നോയും അതുപോലെ ടെക്നോ പ്ലസും. നമ്മൾ ടെക്നോയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്, പക്ഷേ ടെക്നോ പ്ലസിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് ഞാൻ പറയാം. അത് വളരെ കുറച്ച് വ്യത്യാസമുള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് തീർക്കാവുന്ന കേസേ ഉള്ളൂ, എക്സ്ട്രാ വീഡിയോ ചെയ്യാൻ മാത്രമല്ല ഇല്ല. എനിവേ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ടിൽ ഫുൾ LED ഹെഡ്ലാംപ്സ് ആണ് കിട്ടുന്നത്. ബാക്കി രണ്ട് വേരിയൻസിലും ഇക്കോ ഹെഡ്ലാംപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റിഫ്ലക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആയിരുന്നു. ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ടോപ്പിൽ കിട്ടുന്ന സെയിം ലൈറ്റിംഗ് സെറ്റപ്പ് ആണ്, പക്ഷേ ബേസ് മോഡൽ പോലെ തന്നെ DRLസും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. എനിവേ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ സിൽവർ മറ്റേ സ്കിഡ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ അഗൈൻ ടോപ്പിൻ്റെ അതേ ഡിസൈൻ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കിട്ടുന്നൊരു സംഭവം LED ഫോഗ് ലാംപ്സ് ആണ് ഫ്രണ്ടിൽ. അത് അഗൈൻ നമുക്ക് താഴത്തെ രണ്ട് വേരിയൻസിൽ അവൈലബിൾ അല്ലായിരുന്നു. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് സെയിം 17 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ താഴത്തെ അതായത് സെക്കൻഡ് ബേസ് എന്ന് പറയുന്ന ഇവല്യൂഷനിലും 17 ഇഞ്ച് അലോയ്സ് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതേ വീൽസാണ് ഇവിടെയും വരുന്നത്. നല്ലൊരു ഡിസൈൻ പാറ്റേൺ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ. പക്ഷേ ഇതിനകത്ത് വരുമ്പോഴേക്കും മറ്റേ ഡ്യുവൽ ടോൺ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കൊരു പോരായ്മയായിട്ട് തോന്നിയേക്കാം, അത് മാത്രമേ ഉള്ളൂ. റൂഫ് റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി കളർ മിറേഴ്സ് ആണ് വരുന്നത്. അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ ആണ് മിറേഴ്സ് വരുന്നത്. പിന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽസ് എല്ലാം ബോഡി കളറാണ്. ഇനി ഇതിപ്പോൾ ടെക്നോ വേരിയൻ്റെ കാര്യമാണ്. നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ടെക്നോ പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കിട്ടാൻ പോകുന്ന 18 ഇഞ്ച് അലോയ് വീൽസ് ആണ്. അവിടെ മുതലാണ് നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്കെല്ലാം പിന്നെ 18 ഇഞ്ച് തന്നെയാണ്. പിന്നെ ഐക്കോണിക് ലോഞ്ച് എഡിഷൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്, അതിൻ്റെ അകത്താണ് ഓൾ ബ്ലാക്ക് അലോയ്സ് കിട്ടുന്നത്. ജസ്റ്റ് നിങ്ങൾ ടെക്നോ പ്ലസും അതുപോലെ നമ്മുടെ ഐക്കോണിക് എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡ്യുവൽ ടോൺ 18 ഇഞ്ച് വീൽസ് ആയിരിക്കും വരുന്നത്. സൈഡ് പ്രൊഫൈൽ ഏതായാലും നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചേഞ്ചസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കളർ ഓപ്ഷൻസ് നമുക്ക് കൂടിയിട്ടുണ്ട്. ബേസിക് രണ്ട് വേരിയൻസിലും ആകെ 2 കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് നമുക്ക് 6 കളേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മുടെ റെഡ് ആയിക്കോട്ടെ, ബ്ലൂ ആയിക്കോട്ടെ, പിന്നെ ഗ്രീൻ കളർ വരുന്നുണ്ട്. അതല്ലാതെ സിൽവർ, വൈറ്റ്, മറ്റേ ബ്ലാക്ക് എല്ലാ സാധനവും ഉണ്ട്. ബേസിക് വേരിയൻസിൽ 3 ആണെങ്കിൽ ഇതിനകത്ത് 6 കളേഴ്സ്. സോ അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ബേസ് അതായത് എവല്യൂഷൻ മുതൽ തന്നെ കണക്റ്റഡ് ടെയിൽ ലാംപ്സും ടോപ്പിൽ കിട്ടുന്ന അതേ ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സിൽവർ സ്കിഡ് പ്ലേറ്റ്സ് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ടെക്നോ പ്ലസ് എടുക്കുകയാണെങ്കിലും റിയർ ക്യാമറ മാത്രമേ ഉള്ളൂ. 360 ഡിഗ്രി ക്യാമറ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ടോപ്പിലോട്ട് തന്നെ പോകണം. അതിൻ്റെ ഓപ്ഷൻ വേറെ നമുക്കില്ല. പക്ഷേ എക്സ്ട്രാ നമുക്ക് ടെക്നോ പ്ലസ് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ആയിട്ട് കിട്ടും. അതുവരെ നമുക്ക് റിയർ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ താഴത്തെ വേരിയൻസിലെല്ലാം. ഇതിനകത്ത് ഫ്രണ്ടും ബാക്കും എന്ന് പറയുമ്പം 6 സെൻസേഴ്സ് വെച്ച് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ലൊരു സംഭവമാണ്. ബാക്കി എല്ലാ കമ്പനികളും ബാക്കിൽ 3 ഫ്രണ്ടിൽ 3 അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഇതിനകത്ത് പക്ഷേ ഫ്രണ്ടിലും ബാക്കിലും 4, 6 അങ്ങനെയൊക്കെ സെൻസേഴ്സ് വെച്ചിട്ടാണ് വരുന്നത്. സോ അതാണ് സംഭവം. ഇനി ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി താഴത്തെ രണ്ട് വേരിയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കളർ തീമിൻ്റെ കാര്യത്തിൽ തന്നെ അത്യാവശ്യം വ്യത്യാസമുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഡാഷ്ബോർഡ് ലേഔട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ സംഭവം ലേഔട്ടൊക്കെ സെയിം ആണ്, പക്ഷെ നമുക്ക് ടോപ്പ് പോർഷൻ ബ്ലാക്ക് ആണ്. അതിൻ്റെ താഴത്തെ ചെറിയൊരു ഡിസൈൻ എലമെൻറ്റ് നമ്മുടെ നടുവിലത്തെ പീസിൽ വരുന്നുണ്ട്. പിന്നെ സീറ്റ്സിൻ്റെ ഫാബ്രിക് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ലോവർ പോർഷൻ ആയാലും ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലാണ് കിട്ടുന്നത്. സോ അതിൻ്റെ കളർ കോമ്പിനേഷൻ അങ്ങനെ ഓവറോൾ ലുക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ക്യാബിൻ ഫീൽ അത്യാവശ്യം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ജസ്റ്റ് ബ്ലാക്ക്, വൈറ്റ്, ആ ഒരു കളർ വൈറ്റ് അല്ല ആക്ച്വലി ബ്ലാക്കും പിന്നെ ആ നടുവിൽ കാണുന്ന സിൽവർ എലമെൻറ്റ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. സോ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഉണ്ട്, അതുപോലെ ഓഡിയോ കൺട്രോൾസ് ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്. ആ സംഭവം എല്ലാം തന്നെ നമുക്ക് നേരത്തെ കിട്ടുന്നതായിരുന്നു, വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ഡോർ പാഡ്സ് എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ആ ഒരു ബ്രൗൺ ഫിനിഷ് വന്നിട്ടുണ്ട്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് ഇപ്പോഴും ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. പിന്നെ സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റോൾ ക്ലസ്റ്റർ നിങ്ങൾക്ക് കാണാം. ടെക്നോ വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു സെയിം 7 ഇഞ്ചസിൻ്റെ ക്ലസ്റ്റർ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ഇനിയിപ്പോൾ ടെക്നോ പ്ലസ്സിലോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പിൽ കിട്ടുന്ന സെയിം 10.25 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്റർ വരും. ഇതിപ്പോൾ ബേസിക് രണ്ട് വേരിയൻസിൽ വരുന്ന സെയിം ക്ലസ്റ്റർ തന്നെയാണ്. സംഭവം കളർ TFT ഡിസ്പ്ലേ ആണ് 7 ഇഞ്ചസിൻ്റെ വരുന്നത്. മോണോക്രോമൊന്നും അല്ല, പക്ഷെ എന്നാലും മറ്റേതാകുമ്പോഴേക്ക് നമുക്ക് കുറച്ചുകൂടെ സൈസ് കൂടും. പിന്നെ ഇൻഫർമേഷനൊക്കെ രണ്ടിലും ഏകദേശം സിമിലർ ആണ്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ സാഡ്ലി നമുക്ക് ടെക്നോ ആണെങ്കിലും ടെക്നോ പ്ലസ് ആണെങ്കിലും ഇതിലൊന്നും സ്റ്റിയറിംഗ് വീൽ ലെതർ റാപ്ഡ് അല്ല. അത് വേണമെങ്കിൽ ഐക്കോണിക് അല്ലെങ്കിൽ പുതിയ ഐക്കോണിക് ലോഞ്ച് എഡിഷൻ തന്നെ എടുക്കേണ്ടി വരും. സോ ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ പുഷ് ബട്ടൺ വിത്ത് സ്മാർട്ട് ആക്സസ് കാർഡ്, അതായത് റെനോയുടെ ഒരു കാർഡ് ഉണ്ടല്ലോ, അതും പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് കിട്ടി തുടങ്ങുന്ന ഈ ഒരു ടെക്നോ എന്ന് പറഞ്ഞ വേരിയൻ്റ് പോലെയാണ്. ടെക്നോയിലും ടെക്നോ പ്ലസിലും പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് എല്ലാത്തിലും ഉണ്ട്. ബാക്കി താഴത്തെ രണ്ട് വേരിയൻസിലും നോർമൽ ഫിസിക്കൽ കീ ആയിരിക്കും വരുന്നത്. ആൻഡ് സെൻറ്റർ കൺസോൾ എടുക്കുകയാണെങ്കിൽ സെയിം 10.1 ഇഞ്ചസിന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ്. നമുക്ക് അതിനകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്നുണ്ട്. ഇത് ടെക്നോ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വയർലെസ് ഫോൺ ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ ഡ്യുവൽ സോൺ ഓട്ടോ AC വരുന്നുണ്ട്. നമ്മൾ എവല്യൂഷൻ അതായത് സെക്കൻഡ് ബേസിൽ തൊട്ട് താഴെ പറഞ്ഞ ഒരു മേജർ മിസ്സായിരുന്നു മറ്റേ 3 റോട്ടറി ഡയലിൽ വരുന്ന AC
കൺട്രോൾസ്. പക്ഷേ ഇതിനകത്ത് അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഡ്യുവൽ സോൺ ആക്കി. സോ കൺട്രോൾ പാനലും ബെറ്ററായി. ഫ്രണ്ടിൽ ആംറസ്റ്റിൻ്റെ കളർ മാറിയിട്ടുണ്ട്, ബ്രൗൺ ആയിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസസ്, നോർമൽ ഹാൻഡ് ബ്രേക്ക് അതൊക്കെയാണ് വരുന്നത്, മാനുവലാണ്. ഇനി നമ്മുടെ സീറ്റ്സിൻ്റെ ഫിനിഷ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. നമുക്ക് ഈ ഒരു ബ്രൗൺ ഫിനിഷിൽ തന്നെയാണ് സീറ്റ്സ് കിട്ടുന്നത്. ഈ സീറ്റ് മറ്റേ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എല്ലാ വേരിയൻസിലും കിട്ടുന്നുണ്ട് ഡ്രൈവർ സൈഡിൽ. പക്ഷേ ഇലക്ട്രിക് സീറ്റ്സ് നമുക്ക് ആകെപ്പാടെ ഏറ്റവും ടോപ്പിൻ്റെ ഐക്കോണിക് വേരിയൻസിൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഈവൻ വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 ക്യാമറ, ഈ സാധനങ്ങളെല്ലാം ടോപ്പ് ഇൻ വേരിയൻറ്റിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി ഈ വേരിയൻറ്റിൽ പിന്നെ വരുന്നത് ഓട്ടോ ഡിമിങ് IRVMs അവൈലബിൾ ആണ്. അതായത് ഒരു ബെസ്സെല്ലസ് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ അല്ല, ബെസ്സെല്ലസ് മിറേഴ്സ് ആണ് വരുന്നത്. പിന്നെ പാനറോമിക് സൺറൂഫ് നമുക്ക് ഇവർ മിഡിൽ വേരിയൻ്റ്, അതായത് ഈ പറഞ്ഞ നമ്മുടെ ടെക്നോ വേരിയൻ്റ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ ഇലക്ട്രോണിക് ടെയിൽഗേറ്റ്, പവർ ടെയിൽഗേറ്റ് നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളായിട്ട് തുറക്കേണ്ട, അത് തന്നെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തുറന്നോളും. സോ അതും ഈ ഒരു വേരിയൻ്റ് പോലെ കിട്ടുന്ന വളരെ നല്ല ഫീച്ചറാണ്. ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ, 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ്, റിയർ സെൻറ്റർ ആംറസ്റ്റ്, ഫ്രണ്ടിൽ ആംറസ്റ്റ്, ആ സാധനങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അതല്ലാതെ വേറൊരു ഫീച്ചർ കൊണ്ട് വരുന്നുണ്ട്, അതാണ് കണക്റ്റഡ് കാർ ടെക്. റെനോയുടെ സംഭവങ്ങളെല്ലാം ഇതിനകത്ത് കണക്റ്റഡ് കാർ ടെക്നോളജി വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതല്ലാതെ മറ്റേ ഒരു വെൽക്കം ആനിമേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടെക്നോ വേരിയൻ്റ് മുതലുണ്ട്. ഇനി നിങ്ങൾ ടെക്നോ പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു സംഭവം കൂടെ, അതാണ് ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ്. അത് അവരെന്തോ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. മിക്കവാറും മിററിൽ നമ്മൾ എഡാസിലൊക്കെ കാണുന്ന ഒരു സംഭവം ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. വാർണിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനിതുവരെ വേറെന്തിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കണ്ടിട്ടില്ല. എന്തായാലും അഡാസ് കിട്ടുന്ന ഐക്കോണിക് വേരിയൻ്റ്, ഐക്കോണിക് ലോഞ്ച് എഡിഷൻ അതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. ടെക്നോ പ്ലസ്സിലൊന്നും അഡാസ് ഇല്ല, എല്ലാം നോർമൽ. അതായത് സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മുടെ നോർമൽ സംഭവമാണ്. 6 എയർ ബാഗ്സ്, TPMS, ABS, TPD, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ ബേസിക് വേരിയൻ്റ് പോലെ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും. പിന്നെ കളർ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ ടെക്നോ ആണെങ്കിൽ 6 കളേഴ്സാണ് കിട്ടുന്നത്. ടെക്നോ പ്ലസ് ആണെങ്കിൽ നമുക്ക് 10 കളേഴ്സ്, അതായത് ഡ്യുവൽ ടോൺ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിലും നമുക്ക് എവല്യൂഷൻ മുതൽ അങ്ങോട്ട് പിന്നെ 1 ലിറ്റർ ടർബോ പെട്രോൾ 3 സിലിണ്ടർ ആണ്, അതിൻ്റെ മാനുവലും. അതുപോലെ 1.3 ടർബോ പെട്രോൾ 6 സ്പീഡ് മാനുവലും, അതുപോലെ 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതെല്ലാം കിട്ടുന്നുണ്ട്. പെറ്റ് ക്ലച്ച് ആണ് വരുന്നത്. സോ ഈ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. 1 ലിറ്റർ ആണെങ്കിൽ 100 PS പവറും 160 Nm ടോർക്കുമാണ്. 1.3 ടർബോ പെട്രോൾ ആണെങ്കിൽ 163 PS പവറും 280 Nm ടോർക്കുമാണ് വരുന്നത്. ഇനി നമുക്ക് പ്രൈസ് നോക്കാം. ഇതിൻ്റെ ബേസിക് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടെക്നോയിൽ മാത്രമേ ആക്ച്വലി കിട്ടുന്നുള്ളൂ. 13.49 lakhs ആണ്. 2 ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അത് വേർത്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പക്ഷേ ടെക്നോ പ്ലസ്സിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം ടെക്നോ പ്ലസ് നമുക്ക് ഈ ഒരു 1 ലിറ്റർ ടർബോ പെട്രോളിന് കൂടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് ടെക്നോയിൽ നിൽക്കുന്ന ഒരാൾ നിങ്ങൾ 1 ലിറ്റർ എഞ്ചിൻ കൺസിഡർ ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. 14.49 lakhs ആണ് ടെക്നോ വേരിയൻറ്റിൽ വരുന്ന 1.3 ടർബോയുടെ എക്സ്ഷോറൂം പ്രൈസ്. പക്ഷേ ടെക്നോ പ്ലസ്സിലേക്ക് പോകുമ്പോഴേക്കും 15.29 lakhs ആവും. അത് അത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേരിയൻസിൻ്റെ എക്സ്ട്രാ പ്രൈസ് വരുന്നതല്ല. നമുക്ക് ആ ടെക്നോ ടു ടെക്നോ പ്ലസ് ആകെപ്പാടെ 89 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ കൂടുതലും ടെക്നോ ടു ടെക്നോ പ്ലസ് നിങ്ങൾ 1 ലിറ്ററിൽ നിന്ന് പിന്നെ മുകളിലേക്ക് ജമ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രാ 1.3 ടർബോയുടെ എക്സ്ട്രാ പ്രൈസ് കയറി വരുന്നതാണ്. നിങ്ങൾക്ക് ആ എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ടെക്നോയിൽ തന്നെ വരുന്ന 1 ലിറ്റർ ടർബോ എടുത്താലും മതി. മാനുവലി പ്രൈസ് ഡിഫറൻസ് വരുന്നത് ജസ്റ്റ് 1 ലക്ഷം രൂപയാണ്. 14.49 lakhs കിട്ടും. ഇനിയിപ്പോൾ DC to ഓട്ടോമാറ്റിക് ആണെങ്കിലും 15.89 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 1.4 lakhs-നടുത്താണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടത് പ്രൈസ്. എനിക്കിതിൽ ടെക്നോ വേരിയൻ്റ് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടാണ് തോന്നിയത്. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. സിൽവർ അലോയ്സ് മാത്രം ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷേ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഒന്നിനൊരു കുറവില്ല. ആകെപ്പാടെ വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 ക്യാമറ, ഇതൊക്കെ മാത്രമേ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായും സ്ട്രോങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഉള്ള നല്ലൊരു ഓപ്ഷൻ ഇതാണ്. അല്ലെങ്കിൽ ഇവല്യൂഷൻ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓട്ടോ AC ഇല്ല, അതുകൊണ്ട് ആ റോട്ടറി നോബ്സ് വരുമ്പം കാണാനുള്ളൊരു ലുക്കിൻ്റെ പ്രശ്നമുണ്ട്, വേറൊരു പ്രശ്നമില്ല. എന്തായാലും ഗൈസ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.